മക്ക കണ്ട ലോകം കണ്ട പ്രഗൽഭനായ ആലിമുണ്ട്. താബിഈങ്ങളുടെ നേതാക്കളിൽ അറിയപ്പെടുന്ന അത്വാ ഇബ്നു അബീ റബാഹ് അല്ലാമത്തുൽ ഹറം, മക്ക എന്ന ഹറം കണ്ട ലോകം കണ്ട പണ്ഡിതൻ. ലാ യുഫ്തി ഫീ മക്ക വഅതാ ഇല്ലാ അതാ, ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ. ഹജ്ജ് ആസന്നമായാൽ മക്കയിൽ അതാ എന്നവരല്ലാതെ മറ്റാരും ഫത്വ കൊടുക്കാൻ അധികാരമില്ലാത്തവരാണ് എന്ന് പണ്ഡിത ലോകം അംഗീകരിച്ച കറുകറുത്ത ഒരു കുറിയ മനുഷ്യനായിരുന്നു അതാ റളിയല്ലാഹു അൻഹു. മക്കയിലെ ഒരു പെണ്ണിന്റെ അടിമയായിരുന്നു അത്രേ മഹാനവറുകൾ. കാന അഫ്തസൽ അൻഫി, മൂക്ക് പരന്ന് ചപ്പിയവരായിരുന്നു. ളയ്യഖൽ ഉനുഖി, കഴുത്ത് വളരെ ചുരുങ്ങിയവരായിരുന്നു. കാന ദമീമാ, മുഖത്തൊരുപാട് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന, കാണാൻ ഭംഗിയില്ലാതിരുന്ന, മാത്രമല്ല അഅ്വറൽ ഐനി, ഒരു കണ്ണിന് കാഴ്ചയില്ല. കാന അറജ്, ഒരു കാലിന് മുടന്താണ്. ഇങ്ങനെയൊക്കെ ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ മഹാനായ അത്വാ എന്നവരുടെ ഇൽമ പഠിക്കാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരികൾ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് ക്യൂ നിൽക്കുമായിരുന്നു. ഹജ്ജിന്റെ മസല ചോദിക്കുമ്പോൾ ഖലീഫമാര് വരും. മഹാനായ അത്വാ എന്നവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ നിസ്കാരം സലാം വീട്ടുന്നവരെ അത്വാ എന്നവരെ കാത്തിരിക്കും. അത്വാ എന്നവർ നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾ മസലകൾ ചോദിക്കും, അതിനുത്തരം കൊടുക്കും. ആ ചോദിക്കുന്നവരിൽ അന്നത്തെ ഭരണാധികാരികൾ അടക്കമുണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാൻ അടക്കമുള്ളവർ അന്ന് മക്കയിൽ വരുമ്പോൾ ഈ അത്വാ എന്നവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് ചരിത്രം കണ്ടിട്ടുണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാൻ മക്കളോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ വാപ്പയുടെ അധികാരമല്ല അധികാരം അത്വാ തങ്ങളുടേതാണ്. നോക്കണേ, ഈ പണ്ഡിതന്റെ മുമ്പിൽ ഇൽമു ചോദിക്കാനും മസ്അല ചോദിക്കാനും എത്ര നേരമായി ആളുകൾ ക്യൂ നിന്നുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, കാത്തു നിൽക്കുന്നു. ഇത് വലിയ ഇസ്സത്തല്ലയോ? എന്നെ ആളുകൾ ബഹുമാനിക്കുന്നത് അധികാരം കയ്യിലുള്ള പേടി കൊണ്ടായിരിക്കും. അതാ എന്നവരെ ബഹുമാനിക്കുന്നത് കണ്ടു നോക്കൂ, ആ മനുഷ്യന്റെ ഇൽമാൻ. അതുകൊണ്ട് മക്കളെ, അലൈക്കും ബിൽ ഇൽമ്, നിങ്ങൾ ഇൽമു പഠിക്കണേ, ഓതി പഠിക്കണേ, കിതാബുകൾ ഓതേണമേ, ദർസിൽ പോകേണമേ, ദീനിന്റെ ഇൽമ പഠിക്കണമേ എന്ന് സ്വന്തം മക്കൾ ഉപദേശിച്ചിരുന്നു അന്നത്തെ ഭരണാധികാരികൾ. ആരെ കണ്ടിട്ട്? അത്വാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്നു. മഹാനവറുകൾ 30 കൊല്ലം മക്കത്തെ പള്ളിയിൽ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ പള്ളി, ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ ആ മസ്ജിദിൽ 30 കൊല്ലം ദർസ് നടത്തിയ മുദർരിസാണ് അല്ലാമ അത്വാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ ഹജ്ജിന് വന്നൊരു മനുഷ്യൻ കിടന്നുറങ്ങി. ആ മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോ കാറ്റടിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുപ്പായം പൊങ്ങിയപ്പോ അരപ്പട്ട ധരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സ് പോലെ, വാലറ്റ് പോലെ പൈസ സൂക്ഷിക്കുന്ന ഇടമുണ്ടവിടെ. കാറ്റടിച്ചപ്പോ കുപ്പായം പൊങ്ങിയപ്പോ ഏതോ ഒരു കള്ളൻ അത് കണ്ടു. മഹാനവറുകളുടെ കയ്യിലെ ആ പോക്കറ്റിൽ വെച്ച ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ കാശ് ഒരു കള്ളനെടുത്ത് കൊണ്ടുപോയി. ഓടുന്നത് ഓടിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. നോക്കുമ്പോ തന്റെ മുമ്പിൽ ഒരാൾ കൈകെട്ടി നിസ്കരിക്കുന്നതാ കാണുന്നത്. ഉറപ്പിച്ചു, ഈ മനുഷ്യനാണ് തന്നെ മോഷ്ടിച്ചത്. ആളെ അറിയാതിരിക്കാൻ പെട്ടെന്ന് നിസ്കാരത്തിൽ പ്രവേശിച്ചതാണ്. മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. അത്വാ തങ്ങളെ പിറകിൽ ചെന്ന് പിടിച്ചു വലിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, എന്റെ കാശ് മോഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയാണല്ലേ, എന്റെ കാശെടുത്ത് നിങ്ങൾ അഭിനയിക്കുകയാണല്ലേ, എന്റെ കാശെനിക്ക് തിരിച്ചു താ എന്ന് പറഞ്ഞു. മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു കഷ്ടിച്ച് നിസ്കാരം പൂർത്തിയാക്കി. മെല്ലെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കാശാ നഷ്ടമായത്? 200 ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. 200 സ്വർണ്ണ നാണയം എന്റേത് മോഷ്ടിക്കപ്പെട്ടു. നിങ്ങളല്ലേ എടുത്തത്? തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടമായത് എത്ര? 200. എന്റെ കൂടെ വാ. ഇതാരെങ്കിലും അറിയോ? അല്ല, ഞാനും നിങ്ങളെ അറിയുള്ളൂ. എന്നാൽ ആരോടും മിണ്ടണ്ട, നീ എന്റെ കൂടെ വാ. മഹാനവറുകൾ വീട്ടിൽ കൊണ്ടുപോയി 200 സ്വർണ്ണ നാണയം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അൽമാലു മാലുല്ലാഹ്, സമ്പത്ത് അല്ലാഹു തന്നതല്ലയോ, നിനക്ക് ഹക്കായതാണ്, നിനക്ക് പൊരുത്തമായതാണ്, നീ കൊണ്ടുപോയിക്കോ. അത്ഭുതപ്പെട്ടു, ഇങ്ങനെ ഉണ്ടാകും ഒരു കള്ളൻ?